ക്ലാസ് കഴിഞ്ഞിരുന്ന് ഭയങ്കരമായിട്ട് മടുത്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വീട്ടിൽ ചെല്ലുന്ന പാടെ ചായയെല്ലാം വെച്ച് കുടിച്ചിട്ട് കുളിക്കാമെന്നൊരു മൈൻഡിലായിരുന്നു വീട്ടിലേക്ക് പോയത്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ഞാൻ വാടത്തിലൊക്കെ തുറന്നകത്ത് കയറിയത് കേട്ടോ. അപ്പോൾ ചെന്ന പാടെ മേടിച്ചിട്ട് വന്ന പാലൊക്കെ അവിടെ വെച്ചിട്ട് നേരെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് തലയിലൊക്കെ എണ്ണ വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചായയെല്ലാം വെച്ചിരുന്ന നേരത്തായിരുന്നു മോളുടെ വണ്ടി വന്നത് കേട്ടോ. അപ്പം ആൾ വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. പോരാത്തതിന് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിലാണ് ബാഗും കുടയും എല്ലാം ആയിട്ട് ഓളെ എടുത്തിട്ട് വീട്ടിലേക്ക് കയറ്റിയത്. പിന്നെ അവൾക്കും ചായ കൊടുത്തു, ഞാനും ചായയെല്ലാം കുടിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് ഒരുപാട് സമയമായി. നേരത്തെ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചു, കുളിയൊന്നും നടന്നില്ല. അപ്പോൾ വിചാരിച്ചൊന്ന് നോട്ട്സ് എഴുതാമെന്ന് വിചാരിച്ചു. നോട്ട്സൊക്കെ എഴുതി തീർത്തു കേട്ടോ. അപ്പോൾ നോട്ട്സൊക്കെ എഴുതി ഏകദേശം ഒരു 7 മണി ടൈം ആയപ്പോഴാണ് കേട്ടോ ഞാൻ കുളിക്കാനായിട്ട് പോയത്. അപ്പോൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്ന പാടെ അമ്മയും മോളും കൂടി അവിടെ ഇരുന്നിട്ട് നല്ല പഠിത്തമാണ് കേട്ടോ. അപ്പം അമ്മയാണ് ഇപ്പോൾ അവളെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ പഠിക്കാനിരുന്ന അത്ര നല്ല ടേംസിലല്ല. അതുകൊണ്ട് അമ്മയാണ് അവളെ പഠിപ്പിക്കുക, ഹോംവർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടിയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നേ. ഇപ്പോൾ ഇരുന്നിട്ടില്ല എങ്കിൽ പിന്നെ അത് മുന്നത്തേക്ക് മാറ്റി പോവായിരുന്നു. അപ്പം ഒരു പാൻറ്റിൻ്റെ ലെങ്ത് കുറയ്ക്കാനുണ്ടായിരുന്നു, അതുപോലെ ടോപ്പൊക്കെ ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികൾ ചെയ്ത് തീർത്തു.